മലയാള സിനിമയിലെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ്, പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ മാറ്റങ്ങൾ അന്വേഷിച്ച് പോയാൽ അതിന് പിന്നിലൊരു യങ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു നടി. ആ ഫൈറ്റിനെ കുറിച്ച്, അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂപ്പർ സ്റ്റാറേ അല്ല. പിന്നെ അതിൻ്റെ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ നല്ലൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതപ്പോൾ എങ്ങനെയായാലും നമുക്ക് വളരെ നല്ലതാണ്. ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറേ ആക്ടേഴ്സ് വരില്ല ചെയ്തത്. എല്ലാവരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അതായത് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ആക്ടറിൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും. പക്ഷെ അതിലുള്ള പെർഫോമൻസ് കണ്ടു നമ്മൾ ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ ഒരു ബാരിയർ അങ്ങ് തകർന്നത് ഭയങ്കര ഒരു നല്ല സൈനാണ്. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ഫിലിം മേക്കേഴ്സ്, പിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, അത് അങ്ങനൊരു എഫക്റ്റ് എൻ്റെ ഒരു ഇത് കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു യെസ് അതുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മലയാള സിനിമ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 മൂവി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 9 മൂവിയും നല്ലതാണ്. അത് ഭയങ്കര നല്ലൊരു ഇക്വേഷനാണ്. ഇൻഡസ്ട്രിക്ക് അത് നല്ലതാണ്. ബേസിക്കലി ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷനായി. നമുക്ക് ഇതിനേക്കാളും നല്ല സിനിമ കൊടുക്കണം, നല്ല സിനിമ കൊടുക്കണം, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് വരാൻ തുടങ്ങി. അതിനനുസരിച്ച് ഏറ്റവും മാറിയിരിക്കുന്ന ഓഡിയൻസ് അത്ര ഇവോൾവ് ആണ്. കാരണം അവർ കൊറിയൻ ഫിലിം, സ്പാനിഷ് മൂവീസ്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അവർ കാണാത്തതായിട്ടില്ല ഇപ്പോൾ, ഇൻക്ലൂഡിങ് സീരീസൊക്കെ. പണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആ മൂവി. ഇപ്പോൾ ഓഡിയൻസ് അതിനേക്കാൾ അപ്ഡേറ്റഡ് ആണ്. സോ നമ്മൾ ഓഡിയൻസിനെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്ത് കൊടുത്താലാണ് ഇവർ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് എല്ലാ ഫിലിം മേക്കേഴ്സിനും വലിയ ചാലഞ്ചാണ്. അപ്പം അതൊരു ഹെൽത്തി ചാലഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി പിന്നെ ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുന്നതും ഇത്രയും യങ് സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും വരുന്നതും. സോ ഇഫ് അതിന് ഒരു ഇൻഡയറക്ട്ലി ഒരു എഫക്റ്റ് ആണ് എങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല എന്ന് പറഞ്ഞല്ലോ, മലയാളത്തിനൊരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടോ? ഓഫ് കോഴ്സ് മഞ്ജു ചേച്ചിനെ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നല്ലേ വിളിക്കുന്നത്. നല്ലല്ലേ? ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളോ? എൻ്റെ അഭിപ്രായത്തിൽ ഉർവശി ചേച്ചി സൂപ്പർ സ്റ്റാർ അല്ലേ? ഉർവശി ചേച്ചി ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഉർവശി ചേച്ചീനെ നമുക്ക് ആരെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഉർവശി ചേച്ചി ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഉർവശി ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഉർവശി ചേച്ചിയുടെ ഒരു മൂവി ഇപ്പോൾ അടുത്ത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഉർവശി ചേച്ചി ഞാൻ ഈ മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള പ്രൈമറി റീസൺ ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളതാണ്. സോ അത് ഉർവശി ചേച്ചി ഒരു റിയൽ സൂപ്പർ സ്റ്റാറാണ്.